കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്നും ലഭ്യമാകുന്ന ഫണ്ട് വിഹിതവും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും പഞ്ചായത്ത് തനതു ഫണ്ടും മറ്റും ലഭ്യമാകുന്ന വിഭവ സ്രോതസ്സുകളും ഉൾപ്പെടുത്തിയാണ് 2026-27 ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. നടപ്പു വർഷത്തെ പദ്ധതി നിർവഹണം അതിൻ്റെ അവസാന ഘട്ടത്തിലാണ്. ഏറ്റെടുത്ത പദ്ധതികൾ പരമാവധി വേഗത്തിൽ തീർപ്പാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മുന്നേറുകയാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ സമഗ്രവും സുസ്ഥിരവുമായ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക പുരോഗതി ലക്ഷ്യമാക്കിയാണ് 2026-27 വാർഷിക ബജറ്റ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഉൽപാദന മേഖലയിലും സേവന മേഖലയിലും പശ്ചാത്തല മേഖലയിലും ആവശ്യമായ വകയിരുത്തലുകൾ നടത്തുന്നതിനോടൊപ്പം തന്നെ നൂതനമായ ആശയങ്ങളും പദ്ധതികളും ബജറ്റ് വിഭാവനം ചെയ്യുന്നു. കാർഷിക മേഖലയുടെ സമഗ്ര പുരോഗതി, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, ദാരിദ്ര്യ ലഘൂകരണം, പാർപ്പിടം, ആരോഗ്യ മേഖലയുടെ സമഗ്ര പുരോഗതി, പശ്ചാത്തല മേഖലയിൽ നിലവിലുള്ള ആസ്തികളുടെ സംരക്ഷണത്തോടൊപ്പം തന്നെ പുതിയ ആസ്തികൾ സൃഷ്ടിക്കുന്നതിനും ലക്ഷ്യമിട്ടുകൊണ്ട് ദീർഘവീക്ഷണത്തോടെ തയ്യാറാക്കിയ ബജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ തുടർന്നും പഞ്ചായത്ത് ഭരണസമിതിയുടെ സുതാര്യവും കാര്യക്ഷമവുമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും സഹകരണവും അഭ്യർത്ഥിച്ചുകൊണ്ട് വെങ്ങോല ഗ്രാമപഞ്ചായത്തിൻ്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി വൈസ് പ്രസിഡന്റ് ശ്രീ VH മുഹമ്മദിനെ ക്ഷണിക്കുന്നു. വെങ്ങോല ഗ്രാമപഞ്ചായത്തിൻ്റെ 2026-27 വർഷം ഈ പഞ്ചായത്തിൻ്റെ വികസനോന്മുഖമായ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വാർഷിക ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾ, ആസൂത്രണ സമിതി അംഗങ്ങൾ, ആസൂത്രണ സമിതി, അതോടൊപ്പം ഭിന്നശേഷി ഗ്രാമസഭ, ഊരുകൂട്ടം, സാധാരണ ഗ്രാമസഭ, പൊതുസമൂഹങ്ങളിൽ നിന്നവരെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ ബഡ്ജറ്റിന് ഒരു രൂപം നൽകിയിട്ടുള്ളത്. ഈ ബഡ്ജറ്റ് കൊണ്ട് വെങ്ങോലയിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുമെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. എങ്കിലും ഈ ബഡ്ജറ്റിൽ ഞാൻ കണ്ട സ്വപ്നം രാഷ്ട്രീയത്തിനതീതമായി, സങ്കുചിത താല്പര്യങ്ങൾക്ക് അതീതമായി എല്ലാ പ്രദേശങ്ങളിലും, വെങ്ങോലയുടെ എല്ലാ പ്രദേശങ്ങളും വികസന പ്രവർത്തനങ്ങൾ നടക്കണം. വെങ്ങോല എന്ന ഗ്രാമത്തിൽ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ വർഗത്തിൻ്റെയോ പേരിൽ ഒരു പ്രദേശത്തും വികസന പ്രവർത്തനങ്ങൾ നടക്കാതെ പോകരുത് എന്ന ലക്ഷ്യം കൊണ്ടുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ബഡ്ജറ്റിനെ കുറിച്ചുള്ള ചർച്ച മറ്റന്നാൾ തിങ്കളാഴ്ച രാവിലെ ഇവിടെ നടക്കുന്നതാണ്. ആ ബഡ്ജറ്റ് ചർച്ചയിൽ ഇതിൽ ഏതെങ്കിലും എന്നോട് സൂചിപ്പിച്ച കാതലായ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ബഡ്ജറ്റ് ചർച്ചയിൽ നിങ്ങൾ സൂചിപ്പിച്ചാൽ നമുക്ക് അതെല്ലാം കൂട്ടിച്ചേർക്കാമെന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. നമ്മുടെ ഈ ബഡ്ജറ്റിനകത്ത് സാധാരണ ബഡ്ജറ്റ് സത്യം പറഞ്ഞ ഡ്രീമാണ്. ഈ ബഡ്ജറ്റ് ഡ്രീമിനേക്കാൾ അപ്പുറം പ്രായോഗിക തലത്തിൽ എങ്ങനെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഈ ബഡ്ജറ്റ് ചിന്തിക്കുന്നതും ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. ഈ ബഡ്ജറ്റ് നടപ്പിലാക്കുന്നതിന് വേണ്ടി നിങ്ങളെല്ലാവരും എന്നോടൊപ്പം നിന്നാൽ ഈ ബഡ്ജറ്റിൽ പറയുന്ന പൂർണ്ണമായും മുഴുവൻ കാര്യങ്ങളും നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഈ ബഡ്ജറ്റ് വെങ്ങോല ഗ്രാമപഞ്ചായത്തിൻ്റെ 2026-27 വർഷത്തെ ബഡ്ജറ്റ് ദൈവനാമത്തിൽ ഞാൻ സ്തുതി പറഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റ് ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഏറ്റവും അധികം കഠിനാധ്വാനം ചെയ്തത് സാധാരണ ബഡ്ജറ്റ് ആയിരുന്നില്ല. സ്മാർട്ടിലേക്ക് നമ്മൾ മാറിയപ്പോൾ ഈ ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഏറ്റവും കഠിനാധ്വാനം ഒരു 20 ദിവസമായി ഇതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരാളുണ്ട്. ആ ആളാണ് നമ്മുടെ ബഹുമാന്യ അക്കൗണ്ടന്റ് ഷിബു വർഗീസ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുകയാണ്. വെങ്ങോല ഗ്രാമപഞ്ചായത്ത് 2026-27 വർഷത്തെ ബഡ്ജറ്റ്
എറണാകുളം ജില്ലയിൽ കുന്നത്തനാട് താലൂക്കിൽ അറക്കപ്പടി വെങ്ങോല വില്ലേജുകളിലായി 35.65 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ കിടക്കുന്ന പ്രദേശമാണ് വെങ്ങോല. വെങ്ങോല ഗ്രാമപഞ്ചായത്ത് കുന്നുകളും മലകളും നിറഞ്ഞതും ആദ്യകാലങ്ങൾ ഇത് പൂർണ്ണമായും കാർഷിക പഞ്ചായത്തായിരുന്നു. എന്നാൽ കഴിഞ്ഞ 25 വർഷ കാലയളവിലാണ് കുറച്ചൊക്കെ ചെറുകിട വ്യവസായങ്ങളടങ്ങിയ ഒരു പഞ്ചായത്തായി വെങ്ങോല മാറിയത്. വെങ്ങോല ഗ്രാമപഞ്ചായത്തിന് സമഗ്ര പുരോഗതിയാണ് ലക്ഷ്യം. ഈ ഗ്രാമത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചേരണം. വികസന പ്രവർത്തനങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയ സങ്കുചിത താൽപ്പര്യങ്ങൾക്ക് ഒരു കാരണവശാലും തടസ്സമാകരുത് എന്ന് ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നു. വെങ്ങോല ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്ര പുരോഗതി ലക്ഷ്യമാക്കി വികസനത്തിനുതകുന്ന കാഴ്ചപ്പാടുകൾ ഉൾപ്പെടുത്തി വെങ്ങോല ഗ്രാമപഞ്ചായത്തിൻ്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. സമഗ്ര പുരോഗതിക്കും വികസന കാഴ്ചപ്പാടിനും നയസമീപനത്തിനും അനുയോജ്യമാക്കി തയ്യാറാക്കിയ ബഡ്ജറ്റ് കൃഷി, ആരോഗ്യം, വിദ്യാഭ്യാസം, പാർപ്പിടം, കുടിവെള്ളം, ശുചിത്വം എന്നീ മേഖലകളുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഹരിത കേരളം, ആർദ്രം, പൊതുവിദ്യാഭ്യാസ യജ്ഞം, ലൈഫ് എന്നീ മിഷനുകളുടെ അന്തസത്ത പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് ആയത് നടപ്പിൽ വരുത്തുന്നതിനായുള്ള പ്രായോഗിക നടപടികളും വകയിരുത്തലുകളും ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ജനോപകാരപ്രദമായ പദ്ധതികൾ കഴിയാവുന്നിടത്തോളം എല്ലാ മേഖലകളിലും സമഗ്രമായി ഉൾക്കൊള്ളുന്ന ഒരു ബഡ്ജറ്റ് വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസന ചരിത്രത്തിലേക്ക് ഒരു പടി കൂടി അടുപ്പിക്കുന്നതാണ്. മുൻകാല പദ്ധതി പ്രവർത്തനങ്ങളുടെ അനുഭവങ്ങൾ പാഠങ്ങളാക്കി മികച്ച ആസൂത്രണവും കാര്യക്ഷമമായ ധനകാര്യ മാനേജ്മെന്റും മികവാർന്ന പദ്ധതി പ്രവർത്തനങ്ങളുമാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത്. എല്ലാ വികസന ക്ഷേമ മേഖലകൾക്കും പരമാവധി പരിഗണന നൽകുന്ന സമീപനമാണ് ഈ ബഡ്ജറ്റിൽ സ്വീകരിച്ചിട്ടുള്ളത്. കൃഷിക്കും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളവർക്കും പട്ടികജാതി പട്ടികവർഗക്കാർക്കും കുട്ടികൾക്കും വനിതകൾക്കും ഭിന്നശേഷിക്കാർക്കും വൃദ്ധർക്കും യുവജനങ്ങൾക്കും പരമാവധി ഗുണകരമായ നിർദ്ദേശങ്ങളാണ് ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചായത്തിന് തനത് വരുമാനം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിൽ പരമാവധി വർദ്ധിപ്പിക്കാനുള്ള നടപടികൾ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കുടിശ്ശിക നിവാരണം അടക്കം സമ്പൂർണ്ണ നികുതി പിരിവിലൂടെ അടുത്ത വർഷം 3.7 കോടി രൂപ വരവ് പ്രതീക്ഷിക്കുന്നു. മേഖല തിരിച്ചുള്ള ബഡ്ജറ്റ് വിലയിരുത്തലുകൾ. ഉൽപാദന മേഖലയിൽ കാർഷിക മേഖലയ്ക്ക് മുന്തിയ പരിഗണനയാണ് ഈ ബഡ്ജറ്റിൽ നൽകിയിട്ടുള്ളത്. ഭക്ഷ്യധാന്യ ഉൽപാദന മേഖലയിലും ഹരിതവൽക്കരണത്തിനും ജലസംരക്ഷണ മേഖലയിലും മൃഗസംരക്ഷണത്തിനും പ്രാധാന്യം നൽകി ഉൽപാദന മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിലേക്കായി ഉൽപാദന മേഖലയിൽ 4.2 കോടി രൂപ സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിന് വകയിരുത്തുന്നു. ഇതിൽ നെൽകൃഷി വികസനത്തിന് 8.1 ലക്ഷം രൂപയും തെങ്ങിന്റെ മണ്ടരി രോഗത്തിന് 15 ലക്ഷം രൂപയും പച്ചക്കറി കൃഷിക്ക് 4.8 ലക്ഷം രൂപയും വാഴകൃഷിക്ക് 5 ലക്ഷം രൂപയും മറ്റ് കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്ക് 2.6 ലക്ഷം രൂപയും ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. മൃഗസംരക്ഷണ, മത്സ്യകൃഷി, ക്ഷീരവികസന മേഖലയിൽ സമഗ്ര വികസനത്തിന് ആനുപാതിക തുക വകയിരുത്തുന്നതിന് ഈ ബഡ്ജറ്റ് പ്രാമുഖ്യം നൽകിയിട്ടുണ്ട്. ക്ഷീരവികസന മേഖലയിൽ ജില്ലയിലെ മുൻനിര ക്ഷീരോത്പാദക പഞ്ചായത്തായി വെങ്ങോലയെ മാറ്റുന്നതിന് 61 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ മൃഗസംരക്ഷണത്തിന് 35 ലക്ഷം രൂപയും മുട്ടക്കോഴി വളർത്തുന്നതിനും രോഗനിയന്ത്രണത്തിനും പശ്ചാത്തല സൗകര്യങ്ങൾക്കും ആകെ 22.2 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ചെറുകിട വ്യാവസായിക മേഖലയ്ക്കും സേവന സംരംഭങ്ങൾക്കും 30 ലക്ഷം രൂപ വകയിരുത്തി. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടും വേനൽക്കാലങ്ങളിലെ വരൾച്ച, കുടിവെള്ളക്ഷാമം എന്നിവയുടെ പരിഹാരമെന്ന നിലയിലും പഞ്ചായത്തിലെ ജലസ്രോതസ്സുകളുടെ നീരൊഴുക്ക് സുഗമമാക്കൽ, ജലാശയങ്ങളുടെ സംരക്ഷണം, ജലലഭ്യത വർദ്ധിപ്പിക്കൽ എന്നിവ ലക്ഷ്യമാക്കി ഉൽപാദന മേഖലയിൽ മണ്ണ് ജല സംരക്ഷണം, ചെറുകിട ജലസേചനം എന്നീ മേഖലകളിലായി 48 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ പ്രകൃതി സംരക്ഷണത്തിന് 16 ലക്ഷം രൂപയും ലിഫ്റ്റ് ഇറിഗേഷൻ മെയിൻ്റനൻസിന് 40 ലക്ഷം രൂപയും ചെറുകിട കുടിവെള്ള പദ്ധതികൾക്ക് 50 ലക്ഷം രൂപയും വകയിരുത്തുന്നു. സേവന മേഖലയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ഈ ബഡ്ജറ്റിൽ 12 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ 32 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് ഉല്ലാസയാത്രയ്ക്ക് 3 ലക്ഷം രൂപയും വെങ്ങോല ഗ്രാമപഞ്ചായത്ത് നിവാസികൾക്ക് അടിയന്തര സാഹചര്യത്തിൽ കിടപ്പ് രോഗികൾക്ക് ഉപകാരപ്പെടുന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ തുടർ പ്രവർത്തനത്തിനും മരുന്ന് വാങ്ങുന്നതിനുമായി 33 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. അതിദരിദ്രർക്ക് അടിസ്ഥാന സൗകര്യം എന്ന പദ്ധതി പ്രകാരം പഞ്ചായത്തിന്റെ ദരിദ്രരുടെ ഭവനങ്ങളിൽ കുടിവെള്ളം, വൈദ്യുതി കണക്ഷൻ, ചികിത്സാ സൗകര്യം, അതിദരിദ്ര ഭക്ഷ്യവിതരണം കൂടാതെ ഭൗതിക സാഹചര്യത്തിൽ പോരായ്മകൾ പരിഹരിക്കുന്നതിന് 10 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്.
കൂടാതെ ആശ്രയ ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യക്കിറ്റ് വിതരണം, TB പേഷ്യൻസ് ഭക്ഷ്യക്കിറ്റ് വിതരണം എന്നിവയ്ക്കായി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. വൃക്കരോഗികൾക്ക് നിലവിലുള്ള 4000 രൂപ ഡയാലിസിസ് സഹായം കൂടാതെ അവർക്ക് ആവശ്യമായ മരുന്നുകളും പഞ്ചായത്തിന് വിതരണം ചെയ്യുന്നതിന് 6 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. വെങ്ങോല ഗ്രാമപഞ്ചായത്തിന്റെ 10ാം വാർഡിൽ സംസർഗം നവീകരിക്കുന്നതിനും പുല്ലുന്തിച്ചിറ നവീകരണത്തിനും ഓളംകുളം നവീകരണത്തിനും 30 ലക്ഷം രൂപ വകയിരുത്തി. ലൈഫ് മിഷൻ ഭൂരഹിത ഭവനരഹിതർക്ക് ഭൂമി വാങ്ങുന്നതിനും ഭവനരഹിതർക്ക് വീട് നിർമ്മിക്കുന്നതിനുമായി ത്രിതല പഞ്ചായത്തുകളുടെ ഫണ്ട് KURDFC വായ്പയും കൂടി ഉൾപ്പെടുത്തി ബഡ്ജറ്റ് 4 കോടി രൂപ വകയിരുത്തി. സുമനസ്സുകളുടെയും അഭിനയാംശങ്ങളുടെയും എല്ലാ രീതിയിലുള്ള സഹായ സഹകരണങ്ങൾ ഈ പദ്ധതിക്ക് ആവശ്യമാണ്. വീട് നിർമ്മാണത്തിന് പണം നൽകുക എന്നതിലുപരി വീട് നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും പഞ്ചായത്ത് പിന്തുണാ സംവിധാനം ഏർപ്പെടുത്തുന്നതായിരിക്കും. ലൈഫ് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും വീട് ലഭ്യമാക്കുന്നതിനായി ഭൂരഹിത ഭവനരഹിതർക്ക് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. ആയതിലൂടെ ഈ പഞ്ചായത്തിലെ മുഴുവൻ ഭവനരഹിതർക്കും സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കുന്നതിന് സഹായകമാകും. കൂടാതെ ലൈഫ് ലിസ്റ്റിൽ പേരുള്ള 3 സെന്റ് സ്വന്തം സ്ഥലമുള്ള എല്ലാവർക്കും ഈ വർഷം വീട് നിർമ്മിക്കാൻ പദ്ധതി വകയിരുത്തുന്നു. ആരോഗ്യമേഖലയിൽ സേവന നിലവാരം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ഉപയുക്തമായ പദ്ധതികൾ ഈ ബഡ്ജറ്റിന്റെ ഭാഗമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജീവിതശൈലി രോഗങ്ങൾ, പകർച്ചവ്യാധികൾ എന്നിവ പ്രതിരോധിക്കുന്നതിന് ആവശ്യമായ വരുന്ന ചെലവുകൾ മുൻകൂട്ടി കണ്ട് മേൽപ്രവർത്തനങ്ങൾക്കായി 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു. CHC, ആയുർവേദ ഡിസ്പെൻസറി, ഹോമിയോ ഡിസ്പെൻസറി എന്നിവയിലേക്ക് മരുന്ന് ലഭ്യമാക്കുന്നതിന് 26.5 ലക്ഷം രൂപ വകയിരുത്തുന്നു. വെങ്ങോല കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ഫിസിയോതെറാപ്പി യൂണിറ്റ് നടപ്പാക്കുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. പെയിൻ ആൻഡ് പാലിയേറ്റീവ് പ്രവർത്തനം ഉൾപ്പെടെയുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് 12 ലക്ഷം രൂപ വകയിരുത്തുന്നു. ആരോഗ്യ സ്ഥാപനങ്ങളുടെ മറ്റ് പരിപാലന പരിപാടികൾക്കായി 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണം സാക്ഷരതാ പരിപാടി. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന്റെ ഭാഗമായി വിവിധ പദ്ധതികൾ ഈ വർഷത്തെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും നടപ്പ് വർഷം ഒരു ക്ലാസ് റൂം സ്മാർട്ട് ക്ലാസ് റൂമാക്കി മാറ്റുന്നതിന് 6 ലക്ഷം രൂപ വകയിരുത്തുന്നു. കൂടാതെ സർവശിക്ഷ അഭിയാൻ 26 ലക്ഷം രൂപ വകയിരുത്തുന്നു. എല്ലാ ഗവൺമെന്റ് സ്കൂളുകളും അംഗൻവാടികളിലേക്കും വാട്ടർ പ്യൂരിഫയർ സ്ഥാപിക്കാൻ 5 ലക്ഷം രൂപ വകയിരുത്തി. പഞ്ചായത്തിന് കൈമാറി കിട്ടിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സംരക്ഷണത്തിനായി 11 ലക്ഷം രൂപയും മറ്റു വിദ്യാഭ്യാസ പരിപാടികൾക്കായി 13 ലക്ഷം രൂപയും വകയിരുത്തുന്നു. തുടർ വിദ്യാഭ്യാസ തുല്യതാ പരിപാടിക്ക് 1.5 ലക്ഷം രൂപ വകയിരുത്തുന്നു. രജിസ്റ്റേർഡ് ലൈബ്രറികൾക്ക് ദിനപത്രം, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾക്കായി 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. മാലിന്യ സംസ്കരണവും പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ശാസ്ത്രീയകരണവും പരിസ്ഥിതി സംരക്ഷണവും സംബന്ധിച്ച് വിദ്യാർത്ഥികൾ ശാസ്ത്രീയമായി മാലിന്യ പരിപാലന മനോഭാവം വളർത്തുന്നതിനും സമൂഹത്തിൽ ശുചിത്വ ബോധവും സുസ്ഥിര വികസനത്തിലുള്ള പ്രതിബദ്ധതയും മനോഭാവം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥി ഹരിത സേന സ്കോളർഷിപ്പ് പദ്ധതിക്കായി 75,000 രൂപ വകയിരുത്തുന്നു. സ്പോർട്സ്, കല, സംസ്കാരം എന്ന സമഗ്ര പരിപോഷണത്തിനായി ഉയർന്ന പരിഗണന നൽകുകയും ആവശ്യമായ വകയിരുത്തൽ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. പഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള പ്രിയദർശിനി സ്റ്റേഡിയത്തിൽ രാത്രികാലങ്ങളിൽ മത്സരം നടത്തുന്നതിനും പരിശീലന പരിപാടികൾക്കായി ഫ്ലൈറ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിന് 10 ലക്ഷം രൂപയും യുവജനക്ഷേമത്തിനായി 2 ലക്ഷം രൂപയും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കായി 2 ലക്ഷം രൂപയും ഉൾപ്പെടുന്നു. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് വകയിരുത്തുന്ന തുക ഉപയോഗിച്ച് പഞ്ചായത്തിലെ പ്രഗത്ഭരായ കലാകാരന്മാരെ ആദരിക്കുന്നതിനും അവർക്ക് പരിശീലനം നടത്തുന്നതിനും പൊതുവേദി ഒരുക്കുന്നതിനും ആവശ്യമായ നടപടികൾ എടുക്കുന്നതാണ്. കേരളോത്സവം, തുടർ സാക്ഷരതാ കലോത്സവങ്ങൾ, ബാലദിനാഘോഷങ്ങൾ, ഭിന്നശേഷി കലോത്സവങ്ങൾ, ആരോഗ്യമേഖല, സ്പോർട്സ് കിറ്റ്, ഇൻഡോർ ഔട്ട്ഡോർ സ്റ്റേഡിയം നവീകരണം, പാർക്ക് എന്നിവയ്ക്ക് പദ്ധതി വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ കണ്ടന്തറ, പൂമല വാർഡുകളിൽ സ്റ്റേഡിയം നിർമ്മാണത്തിന് 80 ലക്ഷം രൂപയും ഗ്രൗണ്ട് സൈഡ് ഗ്രിൽ നേടുന്നതിന് വേണ്ടി ടോയ്ലറ്റ് നിർമ്മിക്കുന്നതിന് 15 ലക്ഷം രൂപയും വകയിരുത്തുന്നു. കുടിവെള്ളം. നമ്മുടെ പഞ്ചായത്ത് അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നമാണ് കുടിവെള്ളക്ഷാമം. വരൾച്ച ബാധിത പഞ്ചായത്തായ എല്ലാ വാർഡുകളിലും കുടിവെള്ളം എത്തിക്കുന്നതിന് 18 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. എല്ലാ വാർഡുകളിലും കുടിവെള്ള പദ്ധതി പൂർത്തീകരിക്കുന്നതിന് 50 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാവളയ്ക്കൽ ചെറുകണ്ടം കുടിവെള്ള പദ്ധതി, മനക്കപ്പടി, മിനിക്കവല, മരോട്ടിച്ചോട്, അല്ലപ്പറ, ചെറുകിട കുടിവെള്ള പദ്ധതികൾക്കായി 40 ലക്ഷം രൂപ വകയിരുത്തുന്നു. പദ്ധതി നിർവഹണം കാര്യക്ഷമമാക്കൽ. 26-27 വർഷത്തെ പദ്ധതികൾക്കുള്ള DPC അംഗീകാരം ഉടൻ തന്നെ നേടിയെടുക്കുന്നതിനും 2026 മെയ് മാസത്തോടുകൂടി നിർവഹണം ആരംഭിച്ച് പദ്ധതി ആസൂത്രണ പ്രക്രിയ കാര്യക്ഷമമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ പുരോഗമിച്ചു വരുന്നു. ആയതിന് 3 ലക്ഷം രൂപ വകയിരുത്തുന്നു. ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പരിപാടി.
ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമായി ഹരിത അയൽക്കൂട്ടം, ഹരിത സ്കൂള്, ഹരിത ഓഫീസ്, ഹരിത ടൗൺ എന്നിവ പ്രഖ്യാപിക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് പഞ്ചായത്ത്. MCFകളുടെ പ്രവർത്തനം ഊർജിതമാക്കുന്നതിനും ഹരിത കർമ്മസേനയുടെ സേവനം പഞ്ചായത്തിലുടനീളം വ്യാപിപ്പിക്കുന്നതിനും മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായി സീറോ വേസ്റ്റ് എന്ന ആശയം നടപ്പിലാക്കുന്നതിനാവശ്യമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ, ശുചിത്വ റാലി, ഡോക്യുമെന്റേഷൻ നടപ്പിലാക്കുന്നതിനാവശ്യമായ തുക വരുത്തിയിട്ടുണ്ട്. ഉറവിട മാലിന്യ സംസ്കരണത്തിനാണ് പഞ്ചായത്ത് ഊന്നൽ നൽകുന്നത്. ഈ പരിപാടിയുടെ ഭാഗമായി ബയോബിൻ, ബയോഗ്യാസ് തുടങ്ങിയ പദ്ധതികൾ, മാലിന്യ സംസ്കരണത്തിന് മിനി MCF, ബോട്ടിൽ ബൂത്ത് എന്നിവ സ്ഥാപിക്കുന്ന പദ്ധതികൾ ഏറ്റെടുത്തിരിക്കുന്നു. ആധുനിക രീതിയിലുള്ള MCF നിർമ്മിക്കുന്നതിനും ഹരിതസേനയ്ക്ക് പുതുതായി നിർമ്മിക്കുന്ന MCFിലേക്ക് സോർട്ടിംഗ് ടേബിളുകൾ, ബെയിലിംഗ് മെഷീനുകൾ എന്നിവ സ്ഥാപിക്കുന്നതിന് 30 ലക്ഷം രൂപ വകയിരുത്തുന്നു. ശുചിത്വ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ശുചീകരണ തൊഴിലാളി വേതനത്തിന് പ്രവർത്തനങ്ങൾക്കുമായി 24,30,000 രൂപ വകയിരുത്തി. സമ്പൂർണ്ണ ഗവേണൻസ് സേവന ഗുണമേന്മ വർദ്ധിപ്പിക്കൽ. ഇൻഫർമേഷൻ കേരള മിഷൻ വിന്യസിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെ കാര്യക്ഷമമായ ഉപയോഗത്തെ തുടർന്ന് പൊതുജനങ്ങൾക്ക് വിവിധ സർട്ടിഫിക്കറ്റുകൾ, നികുതി അടവാക്കൽ തുടങ്ങിയ സേവനങ്ങൾ ഓൺലൈനായി ഇപ്പോൾ തന്നെ ലഭ്യമാക്കി വരുന്നു. സദ്ഭരണം, കമ്പ്യൂട്ടർ വൽക്കരണം ഇവയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് 5 ലക്ഷം രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ പ്രവർത്തനം 2026-27 സാമ്പത്തിക വർഷത്തിൽ ആദ്യ ദിനം K-സ്മാർട്ട് എന്ന പുതിയ സോഫ്റ്റ്വെയറിലേക്ക് പഞ്ചായത്ത് മാറിയിട്ടുള്ളതും ആയതിനാൽ നിലവിലുള്ളതിൽ നിന്നും വ്യത്യസ്തമായി പഞ്ചായത്തിലെ എല്ലാ സേവനങ്ങളും വിരൽത്തുമ്പിൽ ലഭ്യമാക്കുന്നതിന് കൂടാതെ ഡിജി കേരളയുടെ തുടർ പ്രവർത്തനങ്ങൾക്കുമായി 2 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഭിന്നശേഷി വികസനം. വെങ്ങോല ഗ്രാമപഞ്ചായത്തിലെ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ഉന്നമനത്തിനും അവരുടെ സ്വയം പര്യാപ്തമാക്കുന്നതിനും ബെഡ്സ് സ്കൂൾ 2025 ജൂൺ മാസം പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ബെഡ്സ് സ്കൂൾ പ്രവർത്തനങ്ങൾക്കായി 20 ലക്ഷം രൂപയും നീക്കിവച്ചിട്ടുണ്ട്. കൂടാതെ ബെഡ്സ് സ്കൂൾ കെട്ടിടത്തിന്റെ മുകളിലായി ഫിസിയോതെറാപ്പി സെന്റർ നിർമ്മിക്കുന്നതിനും ബെഡ്സ് സ്കൂൾ മിനി ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കുന്നതിനും 20 ലക്ഷം രൂപ വകയിരുത്തുന്നു. വനിതാ വികസന സ്ത്രീ ശാക്തീകരണ പരിപാടികൾ. വനിതാ ഘടക പദ്ധതിയിൽ അനിവാര്യമായി വകയിരുത്തേണ്ട വികസന ഫണ്ടിന്റെ 10% എന്നതിലുപരിയായി കൂടുതൽ തുക വകയിരുത്താൻ സാധിച്ചിട്ടുണ്ട്. വനിതാ ക്ഷേമ പരിപാടികൾക്കായി 55 ലക്ഷം രൂപ വകയിരുത്തുന്നു. കുടുംബശ്രീ പ്രസ്ഥാനത്തിന് എല്ലാ പിന്തുണ സംവിധാനങ്ങളും ഉറപ്പുവരുത്തും. സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് 30 ലക്ഷം രൂപയും വനിതാ വികസന കേന്ദ്രങ്ങളിൽ ഷീജിം ആരംഭിക്കുന്നതിന് 10 ലക്ഷം രൂപയും വകയിരുത്തുന്നു. വെട്ടിക്കാട്ടുകുന്ന് 3-ാം വാർഡിൽ വനിതാ വികസന കേന്ദ്രം നിർമ്മിക്കുന്നതിന് 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നമ്മുടെ പഞ്ചായത്തിലെ തോടുകളുടെയും കുളങ്ങളുടെയും ആഴം വർദ്ധിപ്പിക്കുവാനും കെട്ടി സംരക്ഷിക്കുവാനും റോഡുകളുടെ നിർമ്മാണം, ജൈവവേലി, തൊഴുത്ത്, ആട്ടിൻകൂട്, കോഴിക്കൂട്, കിണർ റീചാർജ് തുടങ്ങിയ ആസ്തി ജോലികളും ഏറ്റെടുത്തിരിക്കുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ ക്ഷേമ പദ്ധതികൾക്ക് പ്രൊജക്ടുകൾ ഉൾക്കൊള്ളിക്കാവുന്നതാണ്. ഉൽപാദന മേഖലയിൽ ഉൾപ്പെടുത്തി ഈ ഇനത്തിൽ 7 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ ക്ഷേമം, വൃദ്ധജനക്ഷേമം, യുവജനക്ഷേമം, കായിക കലാ സംസ്കാരം. കുട്ടികളുടെ ക്ഷേമത്തിനായി അനുപൂരക പോഷണം 50 ലക്ഷം രൂപ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ 2.5 ലക്ഷം, ഭിന്നശേഷി സ്കോളർഷിപ്പ് 30 ലക്ഷം, ഭിന്നശേഷി കലാമേള 75,000 രൂപ, അംഗൻവാടികൾക്ക് ഉപകരണം, വിദ്യാർത്ഥികൾക്ക് പഠനോപകരണം, ലാപ്ടോപ്പ് എന്നിവയ്ക്ക് ആവശ്യമായ മറ്റ് ക്ഷേമ പദ്ധതികളും തുക വകയിരുത്തിയിട്ടുണ്ട്. അംഗൻവാടികളുടെ പശ്ചാത്തല സൗകര്യ വികസനവും ഉൾപ്പെടുന്നു. വൃദ്ധരുടെ ക്ഷേമത്തിനും അഗതിക്ഷേമത്തിനും ആവശ്യമായ വകയിരുത്തൽ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഇതുകൂടാതെ സാമൂഹ്യ മേഖലയിലെ ആസ്തി സംരക്ഷണത്തിനായി തുക വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി വികസനം, പട്ടികവർഗ വികസനം. പട്ടികജാതി കുടുംബങ്ങളുടെ ഉന്നമനം ലക്ഷ്യമാക്കി വിവിധ പദ്ധതികൾ തുക വകയിരുത്തിയിട്ടുണ്ട്. പട്ടികജാതി കോളനികളുടെ സമഗ്ര വികസനത്തിന് പട്ടികജാതി വികസന വകുപ്പുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കുന്നതാണ്. പാഠിതാക്കൾക്ക് ലാപ്ടോപ്പ്, പഠനോപകരണങ്ങൾ, സ്കോളർഷിപ്പ്, സമഗ്ര കോളനി വികസനം, വീട് മെയിൻ്റനൻസ് തുടങ്ങിയ പട്ടികജാതി മേഖലയിലെ പശ്ചാത്തല സേവന മേഖലകളിലെ സമഗ്ര വികസനത്തിനായി 1.24 കോടി രൂപ വകയിരുത്തിയിരിക്കുന്നു. പട്ടികവർഗ വികസനത്തിന് 12 ലക്ഷം രൂപയും വകയിരുത്തിയിരിക്കുന്നു. ദാരിദ്ര്യ ലഘൂകരണം. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കായി 7 കോടി രൂപ വകയിരുത്തുന്നു. കൂടാതെ 25-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്കും ക്ഷേമ പരിപാടികൾക്കുമായി ആവശ്യമായ വകയിരുത്തൽ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണത്തിനായി 6 കോടി രൂപ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പശ്ചാത്തല മേഖലയ്ക്കായി 12.1 കോടി രൂപ ബഡ്ജറ്റിൽ വകയിരുത്തുന്നു. പഴയ ലൈറ്റുകൾ മാറ്റി എല്ലാ വാർഡുകളിലും 50 LED ലൈറ്റുകൾ വീതം സ്ഥാപിക്കുന്നതിന് 18 ലക്ഷം രൂപയും ഒരു വാർഡിൽ 1 ലൈറ്റ് വീതം 24 മിനിമാസ്റ്റ് ലൈറ്റ് ഓരോ വാർഡിൽ റോഡുകളുടെ മെയിൻ്റനൻസിന്
24 മിനിമാസ് ലൈറ്റുകൾ, ഓരോ വാർഡിലും 5 സോളാർ ലൈറ്റ് വീതം സ്ഥാപിക്കുന്നതിനും പദ്ധതി വകയിരുത്തുന്നു. പഞ്ചായത്ത് റോഡുകളുടെ മെയിൻ്റനൻസ് 9 കോടി രൂപ നീക്കിവച്ചിരിക്കുന്നു. പൊതുകെട്ടിടങ്ങളുടെ മെയിൻ്റനൻസിന് നവീകരണത്തിന് 11 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. കൂടാതെ റോഡുകൾ BC നിലവാരത്തിൽ ആദ്യഘട്ടം ചെയ്യുന്നതിന് 1.5 കോടി രൂപ വകയിരുത്തുന്നു. പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടവും അതിനോട് ചേർന്ന് കാലപ്പഴക്കം ചെന്ന ഷോപ്പിംഗ് കോംപ്ലക്സും പൊളിച്ച് സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിന് ഡീറ്റെയിൽ പ്ലാൻ തയ്യാറാക്കുന്നതിനും കെട്ടിട നിർമ്മാണം തുടങ്ങുന്നതിനും 10 ലക്ഷം രൂപ നീക്കിവെക്കുന്നു. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ AC-യും സൗണ്ട് സിസ്റ്റവും എന്നിവ സ്ഥാപിക്കുന്നതിന് 5 ലക്ഷം രൂപയും ഓണംകുളം സൗന്ദര്യവൽക്കരണത്തിന് 10 ലക്ഷം രൂപ വകയിരുത്തുന്നു. വെങ്ങോല ഗ്രാമപഞ്ചായത്തിന് സ്വന്തമായ ഒരു പൊതുശ്മശാനം ദീർഘകാലത്തെ ആവശ്യമായി നടപ്പിലാക്കി. അതായത് പഞ്ചായത്ത് ജനങ്ങൾക്ക് നിലനിർത്തുന്നതിന് ആവശ്യമായി വരുന്ന ആവർത്തന ചെലവുകൾക്ക് വേണ്ടി 15 ലക്ഷം രൂപ നീക്കിവെച്ചിട്ടുണ്ട്. കൂടാതെ പഞ്ചായത്ത് കോൺഫറൻസ് ഹാൾ ആധുനികവൽക്കരിക്കുന്നതിന് 5 ലക്ഷം രൂപ വകയിരുത്തുന്നു. കൃഷി ഓഫീസ് ആധുനികവൽക്കരിക്കുന്നതിന് 10 ലക്ഷം രൂപയും വകയിരുത്തുന്നു. ഈ ബഡ്ജറ്റ് ഈ പഞ്ചായത്ത് കമ്മിറ്റി മുമ്പാകെ സമർപ്പിക്കുന്നു. നമ്മുടെ ഈ ബഡ്ജറ്റിന്റെ ആകെ വരവ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന വരവ് 49.99 രൂപ. ആകെ ചെലവ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ചെലവ് 40.31 കോടി രൂപ. ഇതിന് ബാലൻസ് നീക്കിയിരിപ്പ് പ്രതീക്ഷിക്കുന്നത് 9.67 കോടി രൂപ. ഇതാണ് ഈ ബഡ്ജറ്റിന്റെ ആകെ തുക.